ഹായ് ഉള്ള എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനൽ ഫാമിലിയിൽ കറൻ്റ്ലി നടക്കുന്ന ഇഷ്യൂ റിലേറ്റഡ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനലിൽ റീസെൻ്റായി അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. ഈ ഒരു യൂട്യൂബ് ചാനൽ ഫാമിലി ഇഷ്യൂ റിലേറ്റഡ് ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആരെയും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തികച്ചും ഒരു ന്യൂട്രൽ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കട്ടെ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ എന്ന രീതിയിലാണ് നമ്മൾ രണ്ടു വശവും സംസാരിച്ചത്. അതിനുശേഷം ഇപ്പോൾ പ്രവീണിൻ്റെയും മൃദുലയുടെയും ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമേ തന്നെ പറയാം, ആ അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ കൊച്ചു എന്ന പ്രണവിനെയൊന്നും യാതൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു രീതിയിലും അത് സാധ്യമല്ല. ഇനിയിപ്പോൾ അവർ അതിനൊരു മറുവശമൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു വന്നാൽ പോലും നമ്മുടെ ഈ ഒരു ചാനലിൻ്റെയും വ്യക്തിപരമായി എൻ്റെയും സപ്പോർട്ട് മൃദുലയ്ക്കൊപ്പമാണെന്ന് പറയുകയാണ്. ആ കുട്ടി തൻ്റെ പ്രഗ്നൻസിയുടെ അവസാന ഘട്ടത്തിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയതെന്ന് ആ ഒരു വീഡിയോയിൽ നിന്ന് വ്യക്തമായതുകൊണ്ട് കൂടിയാണ് നമ്മൾ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത്. യൂട്യൂബിൽ ഫാമിലി വ്ളോഗൊക്കെ കാണുന്നവർക്ക് 60-70% പേർക്ക് അറിയായിരിക്കും അവരുടെ റിയൽ ലൈഫും ഒക്കെ രണ്ടും രണ്ടാണെന്ന്. ആ ഒരു കാര്യം ശരിവെക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. വളരെ സങ്കടകരവും അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ആ വീഡിയോയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു റിയാലിറ്റി എന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ആ ഫാമിലിയിലെ രണ്ടു കൂട്ടരും ചെയ്ത വീഡിയോയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അവരെങ്ങനെയെങ്കിലുമൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. കൊച്ചും അച്ഛനും അമ്മയും ചേർന്ന് അവസാനം ചെയ്ത വീഡിയോ പുറത്തു വന്നതിന് ശേഷം പ്രവീണിനും മൃദുലയ്ക്കും നേരെയായിട്ട് ആളുകളുടെ സൈബർ ആക്രമണം വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ സംഭവിച്ച പല കാര്യങ്ങളുടെയും, അതായത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളുടെയും വീഡിയോയും ഓഡിയോയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രവീണും മൃദുലയും ഒരു 47-48 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, വളരെ പോസിറ്റീവായിട്ടുള്ള കണ്ടന്റ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലിൽ ഇപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് അവിടെ നടക്കുന്ന അല്ലെങ്കിൽ അവർക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത്രമാത്രം ഒരു എക്സ്ട്രീം ലെവലിൽ എത്തിയത് കൊണ്ടാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുന്നോടിയായിട്ട് നടന്ന കുറച്ച് സംഭവങ്ങളുടെ ഒരു വീഡിയോ, അതായത് ആ വീഡിയോ ഓണാക്കിയെങ്കിലും അതിനകത്ത് ശബ്ദങ്ങളാണ് കൂടുതൽ കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ചിന്തയിലേക്ക് അവരെ എത്തിച്ചെങ്കിൽ ആദ്യമായിട്ടുള്ള ഈ ഒരു സംഭവം അവരുടെ വീട്ടിൽ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനു മുമ്പ് പല കാര്യങ്ങളും നടന്ന് അവസാനം ആ ഒരു എക്സ്ട്രീം പോയിന്റിൽ എത്തിയ ഒരു സാഹചര്യമാണത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ എങ്ങാനും അവരത് കണ്ടിരുന്നെങ്കിൽ, അവരത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ സിറ്റുവേഷൻ ഇതിലും വേഴ്സ്റ്റ് ആകുമായിരുന്നു എന്ന് വേണം പറയാൻ. ഏതായാലും വലിയൊരു വഴക്കിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു വീഡിയോ എടുത്തത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. എന്നെ ആ വീട്ടില് നിന്റെ വീട് ഇതാണ്, ഇത് ഇത്രയും വീട് വലിയ വീട് ആർക്ക് വേണ്ടിയിട്ടാണ് കെട്ടിയിട്ടത്, ഇത് നീയും കൂടി ഒന്ന് താമസിക്കാനല്ലേ, നീ വരാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇനി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇനി ഇത് നിങ്ങൾ കേൾക്കുക, എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് വന്നിട്ട് നിങ്ങൾ ബാക്കി സംസാരിക്കും. ഞാൻ കഷ്ടപ്പെടുണ്ടാക്കിയതാ, എന്നെ വേണാക്കൂല പോറങ്ങിയാ ഇത് മുറിവുണ്ടാക്കിട്ട് നടന്നു പോയിട്ട് മറിച്ച് നടക്കുന്നത് ഇങ്ങനെ നോക്കൂല. ഞാനാ ഞാൻ സത്യം കിടക്കൂല, അളകാന്നില്ല, നീ കിടക്കൂല. ഞാനാ പറഞ്ഞേ എന്നെടുത്ത് കാല് കുത്തി അന്ന് മലയാളം പഠിച്ചവള് എന്റെ കുടുംബത്തോടെ എന്റെ കുടുംബം ഇല്ലാതായി. ഞാൻ പറയുന്നു, എവിടെ പോകും, ഇവിടെ പോകും, ഇവിടെ ആർക്കുണ്ടാക്കിയിട്ടില്ല റൂം. ആ ഇല്ല, ഇവിടെ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ പറയും പോകുന്നു. ആ ഇവിടെ പറ്റൂല, ഇവിടെ കേൾക്കൂല, അല്ലെങ്കിൽ എനിക്ക് പറയണം, എനിക്ക് പറയാനുള്ള കാര്യം പറയും. നീ ഇവിടെ വീഡിയോ എടുക്കേണ്ട കോപ്പട് അതിനെന്താ പറയുന്നത്? എത്ര ഫോണിന്റെ പേരിക്കുന്നുണ്ട്. ഓ ഇവിടെ നിന്നെ വീഡിയോ അല്ല കോപ്പരിക്കുന്നത്. അയ്യോ നമ്മൾ ആമാന്റെ വെച്ചിട്ട് ഫോൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുത്തിരിക്കുന്നത് നിന്റെ മാമൂലിക ഇൻഡോണ്ടാക്കിക്കൊണ്ടൊക്കെ ഞങ്ങളൊന്നും കഴിക്കില്ല. മുരുകൻ കൊണ്ടുവന്ന് എനിക്കെല്ലാം കൊണ്ടുവന്നില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടില്ല, അവിടെയും കൊണ്ടിട്ടില്ല. ഇതില് ഏട്ടനെ മാത്രമല്ല ഇറങ്ങിപ്പോൻ പറയുന്നത്, എന്നെയും കൂടെ ഇറങ്ങിപ്പോൻ പറയുന്നത്.
ഇവിടെ ഇവരോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്ന ഒരു സാഹചര്യങ്ങൾ വരെ എത്തി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം ആ കൊച്ചുവിൻ്റെ വീഡിയോയിൽ പാവത്തെ പോലെ വന്നിരുന്ന് മക്കൾ ഒരുമിക്കണം, ഇത് അവൻ്റെ വീടാണ് എന്നെല്ലാം പറഞ്ഞ ആ അച്ഛൻ്റെ ശബ്ദമൊന്നുമല്ല കേൾക്കുന്നത്. അതായത് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ പ്രവീണിനെയും മൃദുലയും ഇഷ്ടമല്ലാത്ത, അവരോട് വെറുപ്പ് കാണിക്കുന്ന അച്ഛനെയും, അച്ഛൻ മാത്രമല്ല കേട്ടോ, അവിടെയുള്ള ബാക്കിയുള്ളവരെയും അവരെന്താണെന്ന് തുറന്നു കാണിക്കുന്ന ഒരു വീഡിയോ ആണത്. ഒരു വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്ന് കരയുകയും അവരെ എൻ്റെ മക്കളാണ്, അവരുടെ വീടാണിതെന്നെല്ലാം പറയുകയും എന്നാൽ റിയാലിറ്റിയിൽ അവരെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ഫാമിലിക്കെതിരെ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വന്ന ഇവരുടെ ഒരു സിറ്റുവേഷൻ വളരെ ദുഃഖകരമാണ്. നമ്മുടെ എല്ലാം വീടുകളിൽ ഇതുപോലുള്ള ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ നടക്കുന്നുണ്ടാവും. പലരും അതെല്ലാം സഹിച്ച് മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ട് പോകട്ടെ എന്ന് കരുതി ജീവിതം തള്ളി നീക്കുന്നുണ്ടായിരിക്കുക. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അത് നിയമപരമായി തന്നെ നേരിടുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ യൂട്യൂബിലൂടെയാണ് അറിയുന്നത്. ഇവർക്കാണെങ്കിലോ ഇവർക്കെതിരെയുള്ള ഹെയ്റ്റ് കാരണം വീഡിയോ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വരെ എത്തി. നമ്മുടെയൊക്കെ ചുറ്റുമുള്ള പല വീടുകളിലും കല്യാണത്തിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്കിടയിലെല്ലാം വ്യക്തിപരമായി അറിയാവുന്ന ഇതുപോലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. കല്യാണത്തിന് ശേഷം അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാവരും ഈ കല്യാണം കഴിച്ച വ്യക്തിക്കെതിരെയും ആ വന്നു കയറിയ പെൺകുട്ടിക്കെതിരെയും തിരിയുന്ന സാഹചര്യവും അതുപോലെ തന്നെ വഴക്കുകൾ ഉണ്ടാവുന്ന സാഹചര്യവും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എന്നുള്ളതാണ് സത്യം. സ്വന്തം അച്ഛനും അമ്മയും ചേർന്ന് ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ കല്യാണത്തിന് ശേഷം സ്വന്തം മക്കൾ അവരുടെ ശത്രുക്കളാകുന്ന ഒരവസ്ഥ, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുന്ന ഒരവസ്ഥ, അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് അവരുടെ കുടുംബത്തിലേക്ക് പുതിയതായിട്ട് ഒരാൾ വന്നു കയറുമ്പോൾ അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റാത്തതാണ് അതിൻ്റെ ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുവരെ അവർ ജീവിച്ചു വന്നിരുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് പുതിയൊരാൾ എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് പുതിയൊരാൾ വന്നു കയറുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരികയും ആ ചെറിയ മാറ്റങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നതുമാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. ആ മാറ്റങ്ങളെല്ലാം മനസ്സിലിട്ട് വലുതാക്കി മറ്റു പലതുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ച് വീട്ടിൽ സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ആദ്യം കുറ്റം പറച്ചിലുകളും പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുകയൊക്കെ ചെയ്യും. ഇവിടെ സംഭവിച്ചതും മറ്റൊന്നായിരിക്കില്ല. ഇവിടെ ഇപ്പോൾ ഇവരുടെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഒരു കയ്യാങ്കളിയിലേക്ക് വരെ എത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിലെടുത്തു പറയേണ്ട കാര്യം, മൃദുല പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയമാണ്. ആ ഒരു സമയത്താണ് ഇതുപോലുള്ളൊരു വഴക്കും ബലപ്രയോഗവും ചവിട്ടും എല്ലാം നടന്നത്. ഇതിനിടെ മൃദുലയുടെ വയറ്റിൽ കാലുകൊള്ളുക, അതായത് ചവിട്ടേൽക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. കഴിഞ്ഞ ദിവസം പ്രണവ്, അച്ഛൻ, അമ്മ എന്നിവർ ചേർന്ന് ചെയ്ത ഒരു വീഡിയോയിൽ എത്ര ഡീസന്റ് ആയിട്ടാണ് പാവങ്ങളെ പോലെ ഇരുന്നവർ കാര്യങ്ങൾ പറഞ്ഞത്. നമുക്കിതൊന്ന് കേട്ടു നോക്കാം. അച്ഛൻ മാത്രമല്ല ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, അമ്മയും പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചു. ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളാ? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ, അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് കയറി. ഇനി മേല അവള് ഈ വീട്ടിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല. നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. അപ്പൊ എനിക്ക് വീടുണ്ട്. അവരാണ് പറയുന്നത് നിനക്ക് അഡ്രസ്സും ഉണ്ട്, നിനക്ക് വീടുണ്ട്. എന്തൊക്കെയായിരുന്നു അവര് പറഞ്ഞിരുന്നത്? അവൻ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാം, ഇവിടെ നിൽക്കാം, ഇത് അവൻ്റെ വീടാണ്, അങ്ങനെ എന്തെല്ലാം പറഞ്ഞു. ഈ ഒരു ഒറ്റ വോയിസ് മതി അതെല്ലാം പൊളിച്ചെടുക്കാൻ. ഇനി മേലാൽ അവൾ ഈ വീട്ടിനകത്ത് കയറാൻ പറ്റില്ല, നീയും കയറണ്ട, നീ എവിടെയാണെന്ന് വെച്ചാൽ താമസിച്ചോ. നിനക്കിനി ചടയമംഗലത്ത് നിനക്ക് അച്ഛനോ അമ്മയോ അനിയനോ ഇല്ല, കൂടപ്പറപ്പും ഇല്ല, ആരുമില്ലെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ഒറ്റ വോയിസ് ക്ലിപ്പിൽ അവരുടെ നാടകം പൊളിഞ്ഞു. ശരിക്കും നമുക്ക് ആദ്യമേ ഇവർ ചെയ്തിരുന്ന വീഡിയോയിലോട് അമ്മ എന്ന നിലയിൽ അവരോട് ചെറിയൊരു സിമ്പതിയൊക്കെ തോന്നിയിരുന്നു. അമ്മ എന്നുള്ള വാക്കിനോടുള്ള നമ്മുടെ എല്ലാം ഇഷ്ടമായിരിക്കും അതിൻ്റെ കാരണം. പക്ഷെ ഇങ്ങനെ ഒരു അമ്മ എന്നുള്ളൊരു വാക്കിനൊരു മീനിങ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഇവരപ്പാടെ മാറ്റിയെന്ന് വേണം പറയാൻ. ഇങ്ങനെയുള്ളവർ അമ്മ എന്ന് ബയോളജിക്കലി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അവർ അമ്മയായിട്ട് ജീവിക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ആ ഒരു വോയിസിൽ അവർ പറഞ്ഞതിൻ്റെ മീനിങ് അത് തന്നെയാണ്. അമ്മയുടെ വോയിസിൻ്റെ കുറച്ച് ബാക്കി കൂടെ കേൾക്കാനുണ്ട്. പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അതിൻ്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചുതരാം. ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത്. നീ എവിടെയാന്ന് വെച്ചാൽ നിന്നോ. നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കരുത്. ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത്, നിന്റെ ചാനലിൽ ഇടരുത്. ഇഷ്ടമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പം അവർ തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുതെന്നുള്ളത്.
കഴിഞ്ഞ ദിവസം അവർ വന്ന് സംസാരിച്ചപ്പോഴും അതുപോലെ തന്നെ കുഞ്ഞിനെ കാണാൻ പോയപ്പോഴും അല്ലാതെ മീറ്റ് ചെയ്തപ്പോഴും ഒക്കെ പ്രവീണും മൃദുലയും ഒന്നും ഇവരുടെ വീഡിയോ എടുത്തില്ല, അവരിൽ നിന്ന് അകലം പാലിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് അല്ലെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിച്ചതെന്നെല്ലാം നമ്മൾ അന്ന് ചിന്തിച്ചതിന്റെ ഉത്തരമാണ് ഈ ഒരു ഓഡിയോയിലൂടെ അവർ തന്നിരിക്കുന്നത്. മേലിൽ വീഡിയോ എടുക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് വീഡിയോ എടുക്കുന്നത്? ഈ ഒരു വീഡിയോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ മൃദുലയും അതുപോലെ തന്നെ പ്രവീണിന്റെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് കൊച്ചുവിനോടായിരുന്നു, അതായത് പ്രണവിനോടായിരുന്നു ഈ അച്ഛനും അമ്മയ്ക്കും കൂടുതൽ സ്നേഹം. അതായത് ഇളയ കുട്ടി ആയതുകൊണ്ട് കൂടുതൽ വാത്സല്യം കാണിച്ചത് ഈ കൊച്ചുവിനോടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എല്ലാവരെയും നമുക്ക് ഒരുപോലെ സ്നേഹിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഒരുപോലെ ആവാൻ പറ്റിയെന്നും വരില്ല. അതിൻ്റെയൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്ന സാഹചര്യത്തിലായിരിക്കില്ല രണ്ടാമത്തെ കുഞ്ഞുണ്ടാവുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലായിരിക്കും കുട്ടിയുമായി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ലെന്ന് വരാം. ആ ഒരു അറ്റാച്ച്മെന്റിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അറ്റാച്ച്മെന്റും വന്നേക്കാം. ഇതെല്ലാം ഒരു ഹ്യൂമൻ തിങ് ആണ്. അതെല്ലാം അങ്ങനെ തന്നെ മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇതെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു മാർഗം. ആ കുട്ടികൾ മാത്രമല്ല കേട്ടോ, പാരൻസും അതിനെപ്പറ്റി എഡ്യൂക്കേറ്റഡ് ആയാൽ മാത്രമേ ആ ഒരു വിടവുണ്ടെങ്കിൽ അത് നികത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ സ്നേഹം കുറഞ്ഞു കൂടി എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് പറയാനുള്ളത് മനുഷ്യത്വം എന്നുള്ള ഒരു സംഗതി പോലും അവിടെ ഇല്ലാതായിരിക്കുക എന്നുള്ളതാണ് സത്യം. ഒരുമിച്ച് കഴിയുന്നവരോട്, ഒരുമിച്ച് ജീവിക്കുന്നവരോട് നമുക്ക് തോന്നില്ലേ ആ ഒരു എലമെന്റ് ഇല്ലേ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത്, അത് അവിടെ ഇല്ല എന്ന് വേണം പറയാൻ. പ്രണവിനോടും പ്രവീണിനോടും അച്ഛനമ്മമാർ കാണിക്കുന്ന ഒരു വേർതിരിവിനെ പറ്റിയും, അതായത് അവരെ രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസത്തെ പറ്റിയും, മൃദുലയ്ക്കും പ്രവീണിനും, പ്രത്യേകിച്ച് മൃദുലയ്ക്ക് ഈ കഴിഞ്ഞ ഒക്ടോബർ 27-ാം തീയതി ഉണ്ടായ ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റിയും അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഒക്ടോബർ 27-നാണ് എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് സംഭവിച്ചത്. വയലൻസ് ആണ് വളരെ രീതിയിൽ. ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തുകൂടാത്തതാണ് എൻ്റെ വീട്ടിൽ അന്ന് നടന്നത്. മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അനിയൻ. ഇതെല്ലാം അനുഭവിച്ചത് ഞാനും മൃദുലയും. നീ പറഞ്ഞു, നീ ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനമോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു അടിച്ചതാ. മാലയും പൊട്ടി അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? മുരുകനുണ്ടാക്കിയിട്ടതല്ല, നാടുമില്ലേ, നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാനായതിനെല്ലാ പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നു, എനിക്കറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞ കൊച്ചു പിടിച്ച് കുറേ ചീത്ത പിടിച്ച് നിന്റെ കഥവും ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറുമെന്നും പറഞ്ഞ് അവർ രണ്ടടിയാണ്. നിന്നെ ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഗർഭിണിയായിരുന്നപ്പോൾ ആരൊക്കെ അടിച്ചത് പറ. എൻ്റെ വയറെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് പോലെ എത്ര എണീറ്റ് ഇതിനെപ്പറ്റി എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. പ്രവീൺ, നിങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്തത്? നിങ്ങൾ എങ്ങനെയാണ് മൃദുലയുടെ പ്രഗ്നൻസി ടൈമിൽ ഇത്രയും ഹെവി സംഗതി മനസ്സിൽ വെച്ച് താങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയത്? കഴിഞ്ഞ വീഡിയോയിൽ 1 മാസമായിട്ട് നിങ്ങൾ സ്റ്റക്കായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഡെപ്ത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവരുടെ ഈ ഒരു ഇഷ്യൂ ഫോളോ ചെയ്യുന്നവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. എനിവേ, ഇതിനൊക്കെ കയ്യോടെ കേസ് കൊടുക്കുക എന്നല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സ്വന്തം അച്ഛനല്ലേ, അമ്മയല്ലേ, അനിയനല്ലേ എന്നെല്ലാം ചിന്തിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവരൊക്കെ ചെയ്യുന്നത് അത്രയ്ക്ക് റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനോ വെച്ചു ഉറപ്പിക്കാനോ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം മൃദുലയ്ക്ക് സംഭവിച്ചതാണ്. കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണെങ്കിലും നമ്മുടെ വീട്ടിലെ സ്വന്തമായി തന്നെ കാണേണ്ട ആളാണ് മൃദുല. ആ മൃദുലയെ, അതും ആ കുട്ടി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു അച്ഛനും പ്രണവും അതുപോലെ തന്നെ ആ അമ്മയെ മാറ്റി നിർത്താൻ പറ്റില്ല. ഇവർ 3 പേരും ചേർന്ന് കാണിച്ചു കൂട്ടിയ അക്രമം, ആ ഒരു അതിക്രമം ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇത്രയും വലിയ ഡൊമസ്റ്റിക് വയലൻസ് നടന്നത് തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടേണ്ട കാര്യങ്ങളാണ്. ഈ ബഹളത്തിനിടയിൽ മൃദുല താഴെ വീഴുമ്പോൾ ആരും അത് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒരു സ്ത്രീ, അതും പ്രഗ്നന്റ് ആയ ഒരു ലേഡി താഴത്ത് വീണ് കിടക്കുമ്പോൾ ആ ഒരു വീട്ടിൽ മറ്റൊരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിന്റെ ക്രൂരത അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അകലം എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങിക്കോളാം. കുഞ്ഞു വയറ്റി കിടക്കും 9 മാസം. ഞാൻ വയറ് ആർക്കും ഒരു ഗതി വരുന്നത് എനിക്ക് തൊന്നിട്ട് ഞാൻ എൻ്റെ വയറ്
അല്ലാതെ ആരുമായിട്ട് പുളി വീണെടുക്കുന്ന കണ്ടിട്ട് എനിക്ക് പോലും ചെയ്യാൻ പറ്റും. എന്നെ ഈ കയ്യിൽ ഇവിടെ പിടിച്ചിട്ട് അടിച്ചു. വീണ്ടും വന്നടിക്കോ രണ്ടുപേരും നമുക്ക് പോവാട്ടോ. ഇവിടെ കിട്ടുകൊണ്ടിരിക്കും നിൽക്കുന്നത് എല്ലാത്തിനും കാരണം ഞാനാണ്. അമ്മയും പറയും 10 മാസം മുന്നേ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ മാറ്റി ഒത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ദോഷത്തിന് ഞാൻ വരുന്നുണ്ടോ? അവൻ ചെയ്യുന്നതിനെല്ലാം ഫലം കിട്ടുന്നത് എനിക്ക്. രണ്ടുപേരുടെ ആ ഒരു കരച്ചിൽ കണ്ടോ, സഹിക്കുന്നതിൻ്റെ ഒക്കെ ഒരു പരിധി കഴിഞ്ഞു. അത്രയ്ക്കും മതിയായിട്ടാണ് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. റിയൽ ലൈഫും തമ്മിലുള്ള അന്തരമാണ് ഈ കാണുന്നത്. ഇവർക്ക് ആ വീട്ടിലൊന്ന് ഉച്ചത്തിലൊന്ന് കരയാൻ പോലും പറ്റില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കരയുന്നത് പോലും പേടിച്ചാണെന്ന് തോന്നിപ്പോവും. രണ്ടുപേരും വീഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ബാക്കി കൂടെ കാണാം. എനിക്ക് ആശുപത്രി പോകട്ടെ. വീട് തറയില് ഞാൻ വന്നപ്പോൾ ഏട്ടനെ ഒറ്റപ്പെടുത്തി. ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏട്ടനെ എല്ലാവരോട് ചേർന്ന് ഒറ്റപ്പെടുത്തി. എന്ത് പറഞ്ഞാലും കാരണം ഞാനുള്ളത് കൊണ്ടാണ്. ഞാൻ എന്നാൽ പിന്നെ എന്തിനാ ഇവർ പെണ്ണ് കെട്ടിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് പറഞ്ഞാലും പറയാം, അവ ഒറ്റയ്ക്കില്ലേ, നീ ഒറ്റയ്ക്കില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം എന്താ, ഞാൻ എല്ലാത്തിനും കൂടെ ഏട്ടൻ്റെ കൂടെ ഉള്ളത് അവർക്ക് കുഴപ്പം. ഏട്ടൻ എന്നെ വഴക്ക് പറയാത്തതോ ചീത്ത വിളിക്കുന്നതോ അടിക്കാത്തതോ അവരുടെ പ്രശ്നം. ഏട്ടൻ എന്നെ സ്നേഹിക്കുന്നത് അവരുടെ പ്രശ്നം. അവർക്ക് 4 പേര് മതി. അന്ന് തൊട്ട് തുടങ്ങിയത്. എവിടെ പോവും തൊട്ടുപോകും. പിന്നെ എന്തോ അച്ചിക്കോന്നോ പെൺകോന്നോ ഒക്കെ വിളിച്ചെനിക്ക് അറിഞ്ഞൂടെ. ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പെണ്ണിൻ്റെ അടിമ. അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അവൻ പെണ്ണിൻ്റെ അടിമ. അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ആണെന്നുള്ളത് എപ്പോഴും മീശയെ പിരിച്ച് അടിമയാക്കി അച്ഛൻ വഴക്കും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചർ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് അച്ഛൻ്റെ കണ്ണിൻ്റെ ഭർത്താവ്. അത് എൻ്റെ ജനറേഷനല്ല, എൻ്റെ അനിയൻ്റെയും കാഴ്ചപ്പാടാണ്. പെണ്ണ് പറയുന്നത് കേൾക്കരുത്. ഞാൻ അവൾക്ക് ഫുഡുണ്ടാക്കി കൊടുക്കുന്നേ, ഞാൻ അവിടെ എന്താ ചെയ്ത് കൊടുക്കുകയും അവിടെ സ്നേഹിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടിമ. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വളരെ പാവത്തെ പോലെ വന്നിരുന്നു പോയ അച്ഛൻ്റെ റിയൽ ഫേസ് അറിയുമ്പോൾ പക്ക ടോക്സിക് മനുഷ്യനാണത്. പ്രണവിൻ്റെയും കാഴ്ചപ്പാടുകൾ മറിച്ചല്ല, അങ്ങനെ തന്നെയാണെന്നാണ് പ്രവീൺ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഭാര്യ അടിമയായിട്ട് നിൽക്കണം, അവൾ വഴക്ക് കേൾക്കേണ്ടവരാണ്. അതായത് അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. മൃദുലയ്ക്ക് പ്രവീൺ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് പ്രശ്നം. മൃദുലയെ പ്രവീൺ സ്നേഹിക്കുന്നതാണ് പ്രശ്നം. മൃദുലയോട് ദേഷ്യപ്പെടാത്തതാണ് പ്രശ്നം. മൃദുലയെ വഴക്ക് പറയാത്തതാണ് പ്രശ്നം. അങ്ങനെ എല്ലാം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രവീൺ ഇവരുടെയൊക്കെ പ്രിയപ്പെട്ട പുത്രനായി മാറിയാണ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ വീഡിയോയിൽ പിന്നീട് പറയുന്ന ഒരു കാര്യമാണ്, മൃദുല സ്വന്തം ഇഷ്ടപ്രകാരം ഇടുന്ന ഡ്രസ്സുകൾക്ക് പോലും ഇവർ വിലക്ക് കൽപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ അച്ഛൻ മുഖത്ത് നോക്കില്ല, അതുപോലെ ചില ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് പുറത്തു പോകുമ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്ന് എതിർപ്പ്. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇവർ ഇത്രയും നാൾ ഹാപ്പി ആയിട്ടുള്ള കുറെ ഫാമിലി വ്ലോഗുകൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഓർക്കുമ്പോൾ സമ്മതിക്കണം. സ്വന്തം ജീവിതത്തിനപ്പുറം ഒരു റിയൽ ലൈഫ് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവരുടെ വ്ലോഗിലൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. മൃദുലയുടെ ഡെലിവറി അടുത്ത സമയത്ത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ ഒരു ടോക്സിക് ടീംസ് ആ വീട്ടിൽ കാണിച്ചു കൂട്ടിയ പരിപാടിയാണ് ഇതെല്ലാം എന്ന് ഓർക്കണം. ഹോറിബിൾ. ഒരുപാട് ലേറ്റ് ആവാതെ അവർ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ ജീവിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വരുന്നു എന്ന് തോന്നിയാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 18-20 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ സ്വന്തമായിട്ടൊരു വഴിയെ തിരിയാൻ സാധിച്ചാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും. അതിനുള്ളൊരു സാഹചര്യം വീട്ടുകാരും കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ മുമ്പിൽ ഒരു ഫാമിലി പോലെ കടിച്ചു തൂങ്ങി ഒരുപാട് ഭാരവും താങ്ങി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. സന്തോഷവും സമാധാനവും ഒക്കെ ഇല്ലാതെ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു മാതൃകാ ഫാമിലിയായി സ്വന്തം ജീവിതം ജീവിച്ച് തീർക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ പ്രവീണിന്റെ കാര്യം എടുത്താൽ തന്നെ ഇതൊന്നും പുറത്തേക്ക് വന്നില്ല എങ്കിൽ വീട്ടുകാരെ ധിക്കരിച്ചു പോയി എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞേനെ. എന്നാൽ ആ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിരന്തരമായി മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ വ്ലോഗ് ചെയ്യുന്നവർ ആയതുകൊണ്ട് ഇങ്ങനെയല്ല ഇത് പുറത്തേക്ക് വന്നു. സാധാരണക്കാരാണെങ്കിൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ ഇവരായിരിക്കും തെറ്റുകാർ. അച്ഛനെയും അമ്മയും വിട്ടിട്ട് പോയി എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവർ ഇതുപോലുള്ള ടോക്സിക് ഫാമിലിയിൽ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം മുതൽ അവർക്ക് സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങാൻ പറ്റും. ഇവിടെ ഇനി മുതൽ പ്രവീണിനും മൃദുലയ്ക്കുമൊന്നും ഈ ഒരു പീഡനമൊന്നും അനുഭവിക്കേണ്ടി വരില്ല. അതുമാത്രമല്ല, ആ ഒരു കുഞ്ഞിനെയും കൂട്ടി മറ്റെവിടെയെങ്കിലും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാം. വീഡിയോയുടെ കുറച്ചുകൂടെ ഭാഗം ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. എന്നിന്ന് കിട്ടാവട്ടെയൊക്കെ കിട്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ അന്യ സംസാരിച്ച് ജോലി ചെയ്ത്
കൂടെ അവിടെ പോയി വെൽഡിങ്ങിൻ്റെ എന്തിൻ്റെ പണിക്ക് പോയിട്ട് എൻ്റെ അനിയനെ പിടിച്ച് കൂടെ നിർത്തിയിട്ട് അവൻ ഇത്രയും പൈസ ആക്കി കൊടുത്ത് വെളി കിടക്കുന്ന വണ്ടിയും താറും എല്ലാം അവൻ്റെ പേരിലാണ് വാങ്ങിച്ചത്. കിട്ടുന്ന മാസം കിട്ടുന്ന പൈസ അവന് തുല്യമായിട്ട് കൊടുത്തിട്ട് എൻ്റെ അനിയൻ എനിക്ക് തന്ന സമ്മാനമാണ്. അനിയനും അച്ഛനും കൂടി എല്ലാവരും കൂടി എനിക്ക് തന്നെ. ഇതിൽ കൂടുതൽ ഗതികെട്ടവനായിരുന്നു അപ്പ. എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ ചവച്ച് തുപ്പ ഇറങ്ങിപ്പോവാൻ പറയാം. അമ്മയമ്മ പറഞ്ഞായിരുന്നു, നീ മൂഞ്ചോടാ, നിനക്ക് ആരുമില്ല, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയുണ്ട്. എൻ്റെ അച്ഛൻ്റെ ആരോഗ്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു കൈ എന്നൊക്കെ പറഞ്ഞാൽ ഈ തടിപ്പണിക്ക് പോയിട്ടും ഡ്രൈവ് ചെയ്തിട്ടും ഭയങ്കര തഴമ്പുള്ളൊരടി കയ്യാണ്. ആ കൈയും വെച്ച് എൻ്റെ കരണം മുളക്കാൻ 2-3 എനിക്ക് കിട്ടി. എൻ്റെ കിളി പാറിപ്പോയി. ഞാൻ നിന്നിങ്ങനെ കറങ്ങുമായിരുന്നു. ടു ബി ഫ്രാങ്ക് ഞാൻ പറയാം, എൻ്റെ ശരീരം സ്റ്റേബിൾ ഇല്ലാത്ത രീതിയിൽ അങ്ങ് പോകുമായിരുന്നു. അത് കണ്ട് അച്ഛൻ എന്നെ അടിക്കുന്നത് കണ്ടോട്ട് അവനും അവിടെ നിന്ന് ഓടി വന്നു. അവനും ആ സ്റ്റെയർ ഇറങ്ങി വന്നു. അവനും എന്നെ അടിക്കുകയായിരുന്നു. ആ ഷർട്ട് മുണ്ട് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ പെണ്ണുമ്പുഴയുടെ മുമ്പിൽ മുണ്ട് പോലും ഇല്ലാതെയാണ് എന്നെ എൻ്റെ അച്ഛനും എൻ്റെ അനിയനും കൂടി പിടിച്ച് വെച്ച് അടിച്ചത്. ഡെലിവറിക്ക് കൊണ്ടുപോയ സമയത്ത് അറിയാം, എൻ്റെ ചുണ്ട് എല്ലാവർക്കും ശ്രദ്ധിച്ചറിയാം, എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കുക. കാരണം അത് ഇൻഫെക്ഷനായി പഴുത്ത് എനിക്ക് പച്ച വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതായത് കൈയൊക്കെ ചതഞ്ഞ് ദേഹം ഫുള്ള് കിട്ടിയതിന്റെ തറയിലൊക്കെ ഇട്ട് എനിക്ക് അറിഞ്ഞൂടെ അന്ന് അവിടെ എന്താ നടന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ എൻ്റെ ബാക്കിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തു അവൻ അടിക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടം പോലെ അടിച്ചു. എനിക്ക് എണ്ണമില്ല, എന്നെ അടിച്ചതിന് എനിക്ക് എണ്ണമില്ല. എത്രത്തോളം വയലൻസ് ആണ് എൻ്റെ വീട്ടിൽ നടന്നതെന്ന്. എന്നിട്ട് ഇത്രയും ഞാൻ സഹിച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം മൃദുല വീണിട്ട് മൃദുലയ്ക്ക് അപ്പം തുടങ്ങിയ വയറ്റുവേദനയാണ്. അന്ന് തൊട്ട് തുടങ്ങിയ വയറ്റുവേദനയാണ്. ഇത് നടന്നതിൻ്റെ 4-ന്റെ അന്നാണ് മൃദുലയ്ക്ക് വാട്ടർ ബ്രേക്ക് ആവുന്നത്. കാരണം എനിക്ക് എന്നിട്ട് ഞാൻ അടി നിർത്തിക്കോട്ടെ എന്നുള്ള പറഞ്ഞ രീതിയിൽ ഞാൻ ഏട്ടനെ പിടിച്ച് തടഞ്ഞു നിർത്തുന്നുണ്ട്. അവർക്ക് അടിക്കാതിരിക്കുന്നില്ല. കുറേ അടി മുതുകത്തൊക്കെ അവിടെ ഇവിടെയും കുറേ കിട്ടി. കാരണം അറിയാലോ എൻ്റെ അടിക്ക് ഇരുന്ന് ഞാൻ ഉറക്കെ വിളിക്കുകയാണ്, അയ്യോ എൻ്റെ വയറ് എൻ്റെ. കാരണം അത് കേട്ടിട്ടെങ്കിലും ആരെങ്കിലും ഒന്ന് നിർത്തട്ടെ. രണ്ടുപേരും അടിക്കല്ലാതെ. എന്നിട്ട് ഞാൻ വീണ് കിടന്നിട്ട് എന്റെ തൊട്ടടുത്താണ് അമ്മ നിൽക്കുന്നത്. എന്നാ ഒരു കൈ കൊണ്ടൊന്ന് താങ്ങോ, ഒന്ന് പിടിക്കോ. ഈ വീണിട്ട് പോലും മനസാക്ഷി ഇല്ലാതെ എന്നിട്ട് പോലും എൻ്റെ അമ്മ അവളെ വിളിച്ചോ എന്തെങ്കിലും നിനക്ക് പറ്റിയോന്നും ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. ഇതിലവിടെ നടന്ന വഴക്കും അതിനെ തുടർന്നുണ്ടായ അടിയും ഒക്കെയാണ് പറയുന്നത്. ശാരീരികമായി കൈകാര്യം ചെയ്തതിൻ്റെ ബാക്കി പത്രങ്ങൾ പ്രണവിൻ്റെ ശരീരത്തിലുണ്ട്. ഒരാൾ പിടിച്ചു നിർത്തി കൊടുക്കുക, മറ്റേയാൾ ഇടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത്. അത് തടയാൻ നോക്കുമ്പോൾ മൃദുലയ്ക്കും കിട്ടുന്നുണ്ട്. മൃദുലയാണെങ്കിൽ താഴെ വീണതിന് ശേഷം വയറുവേദന തുടങ്ങിയെന്നും അത് പിന്നീട് മറ്റു കോംപ്ലിക്കേഷനിലേക്കൊക്കെ എത്തിയെന്നുമാണ് പ്രവീൺ പറയുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്ത് കാണാൻ പറ്റില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അവരുടെ കൂടെ അത്രയും ദിവസം നിന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അവിടെ അവർ നിന്നിരുന്ന ആ ഒരു സമയങ്ങളൊക്കെയും ഇവരുടെ ജീവന് തന്നെ ഭീഷണിയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രണവ് മദ്യപിച്ച് പ്രോപ്പറായിട്ടല്ലാതെ ബിഹേവ് ചെയ്ത ഇൻസിഡന്റ് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ അച്ഛൻ്റെ വായിൽ എന്തോ കംപ്ലൈന്റ് വന്നതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഒരുപക്ഷെ ഇവരെന്തെങ്കിലും ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ ഹോസ്പിറ്റലിൽ പോയതാണോ എന്ന് സംശയമുണ്ടെന്നും പ്രവീൺ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അച്ഛൻ ശംഭു എന്ന ഒരു സംഗതി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വായിൽ അങ്ങനെ കംപ്ലൈൻറ്റ് വന്നതെന്നാണ് പ്രവീൺ പറയുന്നത്. അതുകൂടാതെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോയി നിന്നതും അവരെ ഓർത്ത് വീണ്ടും കേസ് കൊടുക്കാതെ തിരിച്ചു പോകുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ വീഡിയോയിൽ പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് സംസാരിക്കുന്നതിലെല്ലാം ഒരു പരിധിയുണ്ട്. എനിവേ ഈ വീഡിയോയിൽ ഓവറോളായിട്ട് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. വീട്ടിലെ മുതിർന്ന കുട്ടിയായിട്ട് വളർന്ന പ്രവീണിന് വീട്ടിൽ നേരിടേണ്ടി വന്ന വേർതിരിവുകളെ പറ്റി ഈ വീഡിയോയിൽ പറഞ്ഞു. അതായത് അനിയനോടാണ് കൂടുതൽ സ്നേഹം, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന മട്ടാണ് വീട്ടുകാർക്ക്. ഇത് പ്രവീൺ മാത്രമല്ല മൃദുലയും പറയുന്ന കാര്യമാണ്. പിന്നെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്ന പെണ്ണിനെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാട്, ആ ഒരു കുട്ടിയെപ്പറ്റി അവർ പറയുന്നതും ആ ഒരു പെൺകുട്ടിയെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയും എല്ലാം ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പ്രണവിൻ്റെ വീഡിയോയിൽ പാവങ്ങളെ പോലെ വന്ന് പറഞ്ഞിട്ട് പോയ അച്ഛൻ്റെയും അമ്മയുടെയും റിയൽ ഫേസ് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അവരുടെ യഥാർത്ഥ ക്യാരക്ടറാണ് ഇവർ റെക്കോർഡ് ചെയ്ത വീഡിയോയിലും അതുപോലെ തന്നെ ഓഡിയോയിൽ നിന്നും നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. അതായത് ആ വീടിനുള്ളിൽ ഒരു 2 ടീം ഫോം ചെയ്തു എന്ന് വേണം പറയാൻ. പ്രവീണും മൃദുലയും ഒരു ഭാഗത്ത്, മറു സൈഡിൽ പ്രണവും അച്ഛനും അമ്മയും. അങ്ങനെ ഒരു വീട്ടിൽ തന്നെ 2 ഗ്രൂപ്പ് ക്രിയേറ്റായി. ഇതിനൊപ്പം തന്നെ യൂട്യൂബിൽ നിന്നുള്ള ഫെയിം, വരുമാനം, ഇതെല്ലാം ഇവരുടെ മൊത്തം ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഫെയിമും വരുമാനവും ഒക്കെ പ്രശ്നമാണ് എന്നല്ല പറയുന്നത്. പക്ഷെ എല്ലാത്തിൻ്റെയും ആകെത്തുകയായിട്ട്
ഈ 2 ഗ്രൂപ്പ് ക്രിയേറ്റ് ആയത് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു റിസൾട്ട് എന്ന വണ്ണം മൃദുല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അതായത് ആ വീട്ടിലെ മൂത്ത മകന്റെ ഭാര്യയായ ആ വീട്ടിലേക്ക് കടന്നു വന്ന ആ ഒരു പെൺകുട്ടി ഇതിൻ്റെ എല്ലാം ഇരയായി എന്ന് വേണം പറയാൻ. ആ കുട്ടി ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, അതായത് ഏറ്റവും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കേണ്ട സമയത്ത് അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനം ഒന്നും ചെറുതല്ല. അതിലും ഉപരിയായിട്ട് ശാരീരികമായിട്ടും പീഡനം അനുഭവിക്കേണ്ടി വന്നു. പിന്നീട് അത് മറ്റു പല കാര്യങ്ങളിലേക്കും വഴിവെച്ചു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയി തന്നെ പറയേണ്ട കാര്യമാണ്. നമുക്കറിയില്ലല്ലോ, ഇനിയിപ്പോൾ ഇവർ ടെമ്പർ തെറ്റി മറ്റു ഉപദ്രവങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുട്ടിയുടെ ജീവന് തന്നെ അപകടം പറ്റുമായിരുന്നില്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ എത്തിപ്പോയേനെ. ഇത്രയ്ക്കും ബുദ്ധിശൂന്യരായിരുന്നു ആ അച്ഛനും അമ്മയും പ്രണവും എന്ന് തോന്നിപ്പോവുകയാണ്. ഏതായാലും പ്രവീണും മൃദുലയും ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അത് വളരെ ഉചിതമായ ഒരു തീരുമാനം തന്നെയായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ മുന്നോട്ട് പോകുന്തോറും കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുമായിരുന്നു. പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് അനുഭവിച്ചതിന് കൈയും കണക്കുമില്ല. ഒരു സൈഡിൽ അച്ഛൻ, അമ്മ, അനിയൻ, മറു സൈഡിലാണെങ്കിൽ ഭാര്യ. ഈ മൃദുലയോടും പ്രവീണിനോടും ഒക്കെ പെരുമാറിയ പോലെ നമ്മളോട് പെരുമാറുന്നവരോട് നമ്മൾ ബന്ധമൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്നാലും പ്രവീൺ തന്നെ പറയുന്നുണ്ട് അച്ഛനും അനിയനും ആയിപ്പോയി എന്ന്. ഇതിനെല്ലാം അപ്പുറം പൂർണ്ണ ഗർഭിണിയായ അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ ആ വീട്ടിലെ അംഗങ്ങൾ കാട്ടിക്കൂട്ടിയ അതിക്രമം, ആ ഒരു അവസ്ഥയിൽ ആ കുട്ടി അനുഭവിച്ചതെല്ലാം നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. ശരിക്കും പ്രവീണിൻ്റെയും മൃദുലയുടെയും ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു അവസ്ഥയിലാണെങ്കിൽ കൂടി അവർ അങ്ങനെ ഒരു വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർ പറയുന്നതൊക്കെ കള്ളമാണെന്നും നാടകമാണെന്നും ഒക്കെ പറയാൻ ഒരു കൂട്ടം ആൾക്കാർ വരുമായിരുന്നു. ആ ഒരു വീഡിയോ അവർക്ക് എടുക്കണമെന്ന് തോന്നിയ ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ ആ ഒരു വീട്ടുകാരുടെ പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ ഇവരോട് ചെയ്യുന്ന അക്രമങ്ങൾ ആ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഇതിനു മുമ്പും പല രീതിയിൽ പല പ്രാവശ്യം നടന്നിട്ടുണ്ടാവാം. പുറത്ത് അത്രയും വലിയ വഴക്ക് നടന്നതിന് ശേഷം അവർ രണ്ടുപേരും മുറിയിൽ കയറി ഉച്ചത്തിലൊന്ന് കരയാൻ പോലും ആകാതെ ഒച്ച കുറച്ച് കരഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ ചെയ്തത് അവരുടെ സേഫ്റ്റി ഓർത്തായിരിക്കും. എന്നെങ്കിലും ഒരിക്കൽ ആ ഒരു വീഡിയോ ആവശ്യം വന്നേക്കാം എന്ന് ഇത്രയും കാലത്തിനിടയിൽ അവർക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് അവർക്ക് തോന്നിക്കാണാം. ഏതായാലും ഇപ്പോൾ അവർ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോ കേരളത്തിലെ യൂട്യൂബ് വ്യൂവേഴ്സിനെയൊക്കെ പിടിച്ചു കുലുക്കുന്ന ഒന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ വീഡിയോ ആണ് അവർ ഷെയർ ചെയ്തത്. ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ റിയൽ ലൈഫും രണ്ടും രണ്ടാണ് എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക്